താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കബഡി അസോസിയേഷൻ സംഘടനയെ സജീവമാക്കാൻ ഒരുങ്ങിയ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ 5 വർഷത്തോളമായി പല തർക്കങ്ങൾ മൂലം നിർജ്ജീവമായി കിടക്കുകയായിരുന്നു കബഡി അസോസിയേഷൻ. വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഈ KMA മാനേജ്മെന്റ് ഈ കബഡി ഈവന്റ് തന്നെ തിരഞ്ഞെടുത്തു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. കബഡി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതയുള്ള ഒരു കായിക ഇനമാണ്. ഒരു കാലത്ത് നിരവധി അന്തർദേശീയ താരങ്ങളെ നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് പറയാതിരിക്കാൻ കഴിയില്ല, കബഡി അസോസിയേഷനിലെ ചില സംഘടനാപരമായ തർക്കങ്ങളും പ്രശ്നങ്ങളും കാരണം വളരെ നിർജീവമായിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു കബഡി അസോസിയേഷൻ. കഴിഞ്ഞ വർഷം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വിധി വാങ്ങിക്കൊണ്ട് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ചാമ്പ്യൻഷിപ്പുകൾ നടത്താനും കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ടീമുകൾ അയക്കാനുമുള്ള ഒരു തീരുമാനമുണ്ടാക്കുകയുണ്ടായി. കഴിഞ്ഞ 5 വർഷത്തോളമായി പല തർക്കങ്ങൾ മൂലം നിർജീവമായി കിടന്നിരുന്ന കബഡി അസോസിയേഷൻ സംഘടനയെ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ ഇടപെട്ട് സജീവമാക്കിയതായി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഷറഫ് അലി പറഞ്ഞു. ഇത്തവണ വീണ്ടും പലപ്പോഴും കബഡി രംഗത്തിൽ വരുന്ന കുട്ടികൾ, പ്രവർത്തിക്കുന്ന കുട്ടികൾ, കായിക താരങ്ങൾക്ക് മത്സരങ്ങൾ നടത്താത്തത് കൊണ്ട് തന്നെ അർഹതപ്പെട്ട ഗ്രേസ് മാർക്കുകളും അർഹതപ്പെട്ട ജോലികളും കിട്ടാത്ത ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തവണ കബഡി ചാമ്പ്യൻഷിപ്പുകൾ നടത്താനും ജില്ലാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകൾ നടത്താനും സംസ്ഥാന ടീമിനെ തിരഞ്ഞെടുക്കാനും വേണ്ടി മാത്രമായിട്ട് ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാനും സ്പോർട്സ് കൗൺസിൽ തയ്യാറായി എന്നുള്ളതാണ്. കേരളത്തിന്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം. ആകെ 50-60 കായിക ഇനങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ 50 കായിക ഇനങ്ങളും വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. KMA എഞ്ചിനീയറിംഗ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഓൾ കേരള അണ്ടർ-19 ഇന്റർ സ്കൂൾ ജൂനിയർ കബഡി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷറഫ് അലി. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ചാമ്പ്യൻഷിപ്പ് നടത്താനും നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ടീമുകളെ അയക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഇന്റർ സോൺ കബഡി ടൂർണമെന്റ് പെൺകുട്ടികളുടെ വിഭാഗപ്പ യൂണിവേഴ്സിറ്റി കരൈക്കുടിയിലും ഹൈദരാബാദ് ജവഹർലാൽ നെഹ്റു മാനേജ്മെന്റും KMA എല്ലാ സ്റ്റാഫും പൂർണ്ണമായ കോച്ചിങ് ക്യാമ്പ് ഈ ക്യാമ്പസിലാണ് നടത്തിയത്. ഡി സോൺ കബഡി ടൂർണമെന്റ് ഇവിടെ ഓർഗനൈസ് ചെയ്തത്. അതുപോലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ മിസ്റ്റർ കണ്ണൻ രമേശ് മറ്റു വിശിഷ്ടാതികളെ നിങ്ങളോട് പരിചയപ്പെടുത്തി. ഹയർ സെക്കൻഡറി സ്കൂൾ ഇതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന KMA മാനേജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്ത് KMA ഭാരവാഹികളായ HE മുഹമ്മദ് ബാബു സേഠ്, KMA ഡയറക്ടർ ഡോക്ടർ അമർ നിഷാദ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രേഖ ലക്ഷ്മണൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ കണ്ണൻ R രമേശ്, തിരുവനന്തപുരം ജില്ലാ സ്കൂൾ സ്പോർട്സ് കോർഡിനേറ്റർ ഷ്ലിജിൻ, ദേശീയ കബഡി റഫറി സുഭാഷ് എന്നിവർ പങ്കെടുത്തു. ടീമുകൾ തയ്യാറായി നിൽക്കണമെന്ന് കൂടി അറിയിക്കുകയാണ്. അഥർവ GRZ കാലിക്കറ്റ് ആൻഡ്